പതുക്കെ തിന്നടി, ആളുകൾ നോക്കുന്നു. മുന്നിലുള്ളവരെ നോക്കി ഒന്ന് ഇളിച്ച് ആരും കേൾക്കാത്ത മട്ടിൽ പാറുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗതം പറഞ്ഞു. പാറു അവനെ ഒന്ന് നോക്കി ഇളിച്ചുകൊണ്ട് വീണ്ടും ഭക്ഷണത്തിലേക്ക് തന്നെ. എല്ലാം വിളമ്പിക്കൊടുക്കാൻ നിൽക്കുന്ന നന്ദനും മണിയും പോലും അവനെ സഹതാപത്തോടെ നോക്കി. ഇതിനും വലുതെന്തോ വരാനിരുന്നത് ആ ചെക്കന്. ഇതോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. അമ്മ താടയ്ക്കും കൈകൊടുത്തുകൊണ്ട് അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പറയുന്നത് സ്വന്തം അമ്മയാണേ. അപ്പം ചിന്തിച്ചാൽ മതി പാറുവിൻ്റെ റേഞ്ച്. ക്യാമറ. ഗൗതം മെല്ലെ അവളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും ഇതുവരെ വാസന്തി ലൈറ്റ് ആയിരുന്ന പാറു പെട്ടെന്ന് തന്നെ ഞാൻ പ്രകാശൻ സിനിമയിൽ ഫഹദ് ഫാസിൽ ചെയ്യും പോലെ മനിയായി. ഒന്നുമില്ലേലും ആറ്റുനോറ്റ് കിട്ടിയ ഒരേ ഒരു കല്യാണമല്ലേ. ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം പിള്ളേരെങ്ങാനും ഈ ഫോട്ടോ ഒക്കെ കണ്ട പറയില്ലേ അമ്മയ്ക്ക് ആക്രാന്തമാണെന്ന്. കുട്ടിക്ക് ഭാവിയെപ്പറ്റി നല്ല ചിന്തയുണ്ട്. ക്യാമറ വീണ്ടും പോയതും താഴെ പഴയ പാറു തന്നെ. ഏട്ടാ. ഇറങ്ങാൻ നേരം പാറു നന്ദനെ ഒറ്റ കെട്ടിപ്പിടുത്തമായിരുന്നു. തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നന്ദനൊന്ന് പിറകിലേക്ക് വെച്ചുവെങ്കിലും അവൻ്റെ കണ്ണുകളും ചെറുതിലെ നനഞ്ഞു. അവൻ ചുണ്ടിലൊരു പുഞ്ചിരി നിറച്ചുകൊണ്ട് മെല്ലെ അവളുടെ മുടിയിലൂടെ തലോടി. ഈ വയൽ കടന്നാൽ കാണുന്നിടത്തേക്കല്ലേ ഇടിഞ്ഞു പോകുന്നത്, പിന്നെന്തിനേ കരച്ചിൽ? ഉള്ളിലെന്തോ സങ്കടം നിറഞ്ഞു നിന്നുവെങ്കിലും അത് മറച്ചു പിടിക്കാനെന്ന പോലെ നന്ദൻ ചോദിച്ചതും അവൾ അപ്പുറം തൂവാല കൊണ്ട് കണ്ണുനീരൊപ്പുകയായിരുന്നു. ഇത് കണ്ടു നിന്നവരിലെല്ലാവരിലും സങ്കടം നിറച്ചുവെങ്കിലും ഗൗതമും മണിയും പുഞ്ചിരിയോടെ തന്നെ അവരുടെ അരികിലുണ്ടായിരുന്നു. ഡോ കരയടോ. പെട്ടെന്ന് അവൻ്റെ തോളിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പാറു പറഞ്ഞതും നന്ദൻ സംശയത്തോടെ ചുറ്റും നോക്കി. ഇവളാകാൻ ചാൻസില്ല. ഡോ ഏട്ടാ, നല്ലൊരു ഫ്രെയിം കിട്ടട്ടെ, എന്നെ കെട്ടിപ്പിടിച്ച് കരയി. അത് കിട്ടിയിട്ട് വേണം ഇൻസ്റ്റയിൽ ബ്രദർ ലവ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടുണ്ട്. കരയട്ടോ. പാറുവിൻ്റെ ഇപ്രാവശ്യത്തെ സംസാരം കേട്ട് അവൻ മാത്രമല്ല കൂടെ നിന്ന ഗൗതമ മണിയും വരഞ്ഞെട്ടി. ഇതിനൊരു സങ്കടമില്ലേ ദൈവമേ എന്ന ചിന്തയായിരുന്നു നന്ദനിൽ. മതി കരഞ്ഞത്, ഇറങ്ങാനായില്ലേ? കൂട്ടത്തിൽ തല നരച്ച ആരോ ഇടപെട്ടപ്പോഴാണ് പാറു അവനിൽ നിന്നും വിട്ടുനിന്നത്. ഇങ്ങേരെ കൊണ്ട് കുട്ടി നല്ല നിലയിൽ അഭിനയിച്ച് വരികയായിരുന്നു. അതിൻ്റെ എല്ലാത്തരം ദേഷ്യവും വെച്ച് അയാളെ നോക്കിയൊന്ന് പല്ലെറുമാൻ പാറു മറന്നില്ല. മണിയാണെങ്കിൽ ഇപ്പം ചിരി പൊട്ടുമെന്ന നിലയിൽ നിൽക്കുകയാണ്. പിന്നെ ഏട്ടാ, ഞാൻ പോയി എന്ന് കരുതി ഉഴപ്പാനൊന്നും നിൽക്കരുത്. നമ്മുടെ പത്തായപ്പുരയിൽ തൂക്കിയിട്ടേക്കുന്ന കുലയിൽ ഒന്ന് കണ്ണു വേണം. പിന്നെ ആരും കാണാതെ ഞാൻ കുറച്ച് ബേക്കറി ഐറ്റംസ് അടുക്കളയിൽ റാക്കിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വരും വരെ അത് അവിടെ തന്നെ വേണം, കേട്ടല്ലോ. ഉള്ളിലെ സങ്കടം മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപാധിയായാണ് അവൾ അതിനെ എടുത്തത് എന്ന് അവളുടെ കണ്ണുകൾ തന്നെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകളെ ഒരു പൊടിക്ക് പോലും മാറ്റാതെയുള്ള അവളുടെ സംസാരം നന്ദനെ വേദനിപ്പിച്ചുവെങ്കിലും അവൻ കൂടി അങ്ങനെ ആയാൽ അവിടെ ഒരു കണ്ണീർ പുഴ ഒഴുകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് തലയിൽ വിരൽ വെച്ച് ഒന്ന് തട്ടി. പൂടി ആർത്തിപ്പണ്ടാരവൻ. ഏതു നേരത്തും തീറ്റ എന്നൊരു വിചാരമുള്ളൂ. പോയാ നീ മനുഷ്യനെ മെനക്കെടുത്താൻ. പറഞ്ഞു പൂർത്തിയാകും മുന്നേ നന്ദൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവൻ തിരിഞ്ഞു നിന്നതും പാറുവിൻ്റെ ഉള്ളിലെ സങ്കടം പിടിച്ചു നിർത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കിയൊന്ന് തല കുലുക്കി. ഒരു സമ്മതം ചോദിക്കൽ പോലെ. അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അച്ഛനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുണ്ടമർത്തി. അവളും കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചു. കാര്യം പറഞ്ഞാൽ അച്ഛനെൻ്റെ അച്ഛനൊക്കെയാണ് എന്ന് എഴുതി എന്നെ കരയിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. അവളുടെ സംസാരം കേട്ട് അച്ഛൻ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് ഗൗതമിൻ്റെ കയ്യിൽ ചേർത്ത് വെച്ചു. നീ എന്തിനാ കരയണത് എൻ്റെ നുണച്ചിപ്പാറു? എൻ്റെ മോനല്ലേ, ഞാൻ നിന്നെ കെട്ടിച്ചു കൊടുത്തത്. അവൻ നോക്കിക്കോളും തന്നെ പൊന്നുപോലെ. അച്ഛൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. പാറു പുഞ്ചിരിയോടെ ഗൗതമിനെ നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിലുമുണ്ടായിരുന്നു അതേ പുഞ്ചിരി. മുത്തശ്ശി നീട്ടിയ നിലവിളക്കുമായി ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുമ്പോൾ പാറുവിൻ്റെ ഉള്ളിൽ മുഴുവൻ പ്രാർത്ഥനയായിരുന്നു, പ്രതീക്ഷകളായിരുന്നു. നീ പോയി ഇതെല്ലാം മാറ്റിയിട്, ഞാൻ അപ്പച്ചിയുടെ അടുത്തേക്ക് പോയി വരാവേ. പാറുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് മണി പുറത്തേക്ക് ഓടി. മണി, നീ ഇതെങ്ങോട്ടാ? അത് ഏട്ടാ, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, നന്ദേട്ടൻ കാത്തു നിൽക്കുന്നുണ്ടാവും, ഞാൻ പോയിട്ട് വരാവേ. പുറത്തേക്ക് ഓടുന്നതിനിടയിൽ അവൾ പറഞ്ഞതും ഗൗതമിൻ്റെ ചുണ്ടിൽ തെളിഞ്ഞ കുഞ്ഞു ചിരി മാഞ്ഞു പോയിരുന്നു. അവൻ എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. ഇന്നവളെ ശരിക്കൊന്ന് ശ്രദ്ധിക്കാൻ പോലും ആയില്ല. അവൾ ഭക്ഷണം കഴിച്ചുവെന്ന് പോലും അന്വേഷിച്ചില്ല. നന്ദേട്ടാ. ഉള്ളിലേക്ക് നടക്കുന്ന സമയത്ത് തന്നെ അവൾ വിളിച്ചുകൂവി. പെട്ടെന്നാണ് ഉമ്മറത്തിരിക്കുന്ന കുറച്ച് തലനരച്ച അമ്മൂമ്മമാരെ അവൾ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും അവളെ എന്തോ വേണ്ടാത്തത് കേട്ട കണക്കെ നോക്കുന്നുണ്ട്. അവൾ അതിനൊന്നും മൈൻഡ് കൊടുക്കാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. അതല്ലേ നന്ദൻ കെട്ടാൻ പോകുന്ന പെണ്ണ്? പാറുവിൻ്റെ ചെക്കനില്ലേ ഗൗതം, അവൻ്റെ പെങ്ങള് തന്നെയാണ്. അതും കൂടാതെ നന്ദനിയുടെ ഏട്ടൻ്റെ മോളാ. കുറച്ച് തലതെറിച്ച സാധനമാണെന്നാണ് ശോഭ വിളിച്ചപ്പോൾ പറഞ്ഞത്.
അത് ചോദിക്കാനുണ്ടോ? ഇപ്പം തന്നെ കണ്ടില്ലേ, അടുത്ത ആഴ്ച കയറി വരേണ്ട വീട്ടിലേക്കാണ് ഒരു കൂസലും കൂടാതെ ചാടത്തുള്ളി വന്നേക്കുന്നത്. എന്താ അഹങ്കാരം, അല്ലാതെന്താ? എന്ത് ചോദിച്ചിട്ടെന്താ? എന്ത് ചെയ്തിട്ടാണോ എന്തോ ചെക്കനെ വീഴ്ത്തിയത്? അച്ഛനും അമ്മയോ ഒന്നും ഇല്ലാത്തതല്ലേ, അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത ബന്ധങ്ങളല്ലേ. അവളും ഇടുക്കിയാ, പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ചു. അതിലൊരാൾ താടിക്കും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ട് വാതിൽ മറവിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, മണി. അവളെന്തോ അരുതാത്തത് കേട്ട പോലെ അവൾക്കുള്ളിലേക്ക് സങ്കടം അരിച്ചു കയറി. എത്രയൊക്കെ ചെവി കൊടുക്കേണ്ട എന്ന് പറഞ്ഞാലും ഓരോ വാക്കുകളും ഹൃദയത്തിൽ തറയ്ക്കാനുള്ള മൂർച്ചയുണ്ടായിരുന്നു. ശരിയാണ്, ഇന്ന് വന്നത് ശരിയായില്ല. അവളുടെ ഉള്ളവും മന്ത്രിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ നടക്കാൻ ഒരുങ്ങിയതും കയ്യിൽ ആരുടെയോ കൈ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവൾ വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ടതും ഒരു തരം പേടി കൂടി കലർന്നിരുന്നു അവളിൽ. അവനെന്തെങ്കിലും കേട്ടോ എന്ന പേടി. കാരണം മുന്നും പിന്നും ചിന്തിക്കാത്തവനാണ്. അവനെന്തെങ്കിലും ചെയ്താൽ ആ ശാപം കൂടി തൻ്റെ തലയിലേക്ക് തന്നെ ആയിരിക്കും. നീ ഇതെവിടെയായിരുന്നടി? ഞാൻ എത്ര നേരമായെന്നറിയോ കാത്തു നിൽക്കുന്നു. വിശന്നിട്ട് വയ്യ, വന്നേ. അവൻ്റെ ഒറ്റ വാക്കിൽ തന്നെ അവളുടെ പാതി ജീവൻ തിരികെ വന്നു. അവൾ ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. വേണ്ട നന്ദേട്ടാ, എനിക്ക് വിശപ്പില്ല, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. നന്ദേട്ടൻ കഴിച്ചോ? അവൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതൊന്ന് തീർക്കാൻ ശ്രമിച്ചു. അവനവളെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. നീ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അതിന് അവളൊന്നും മറുപടി നൽകിയില്ല. പറയടി. അവൻ്റെ അലർച്ച വന്നതും അവൾ വേഗം തന്നെ ഇല്ല എന്ന് തലയാട്ടി. പിന്നെ നീ ആനയെ വിഴിഞ്ഞോ? ഇങ്ങ് വാടി. അവളുടെ കയ്യും പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ അവളെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അടുക്കളയിലെ ടേബിളിൽ അവളെ ഇരുത്തി ഒരു ഇലയിൽ കറികളും ചോറും വിളമ്പിക്കൊണ്ട് അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. ഇതെന്താ നന്ദേട്ടാ, നന്ദേട്ടൻ കഴിക്കുന്നില്ലേ? ഉണ്ടല്ലോ മണിക്കുട്ടിയെ. പറയുന്നതിനോടൊപ്പം അവൻ ചോറിൽ കറി ഒഴിച്ചു ഒന്ന് കുഴച്ചു. അപ്പം ഞാനാണോ കഴിക്കാത്തത്? അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കിയതും അവൻ പുഞ്ചിരിയോടെ ഒരു ചോറുരുള അവളുടെ ചുണ്ടുകളിൽ തട്ടിച്ചു നിർത്തി. ഞാനും കഴിക്കുന്നുണ്ട്, നീയും കഴിക്കുന്നുണ്ട്. ഇന്ന് നിനക്ക് ചോറ് തരേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. നിൻ്റെ ഏട്ടൻ എൻ്റെ പെങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അവളുടെ താലി കെട്ടിയ ആ നിമിഷം മനസ്സിൽ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തി കഴിഞ്ഞു. ഞാനിപ്പം നിൻ്റെ ഭർത്താവ് കൂടിയാണ്. ആ അധികാരമാണെന്ന് കുട്ടിക്കാം. കഴിച്ചേ. അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. കൂടെ ചുണ്ടിൽ ചെറുപുഞ്ചിരിയും. അന്നത്തിന് മുന്നിലിരുന്ന് കണ്ണ് നിറയ്ക്കാൻ പാടില്ല, കണ്ണ് തുടച്ചുകൊണ്ടിത് കഴിച്ച്. അവനൊരു ശാസന കണക്കെ പറഞ്ഞതും അവളും കണ്ണുകൾ തുടച്ചുകൊണ്ട് അത് വാങ്ങിക്കഴിച്ചു. പലതവണ അവൾക്ക് നേരെ വരുന്ന ഉരുളകളെ അവൾ സന്തോഷത്തോടെ അതിലുപരി നിറഞ്ഞ മനസ്സുകളോടെ സ്വീകരിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. മണി. ആ ഇലയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നന്ദൻ്റെ വിളി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇനി മേലാൽ ആരുടെങ്കിലും വാക്കുകൾ കേട്ട് ഇനി ഈ കണ്ണുകൾ നിറയാൻ പാടില്ല. അവൻ്റെ വാക്കുകളിൽ ശാസനയുണ്ടായിരുന്നു. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. നിനക്കാരുമില്ല എന്നൊരു ചിന്ത നിനക്ക് ആവോളമുണ്ട്. അത് നിൻ്റെ ഏട്ടനും അങ്ങനെ തന്നെയാണ്. ദുരഭിമാനം. ഈ വീടും വീട്ടുകാരും നിനക്കും നിൻ്റെ ഏട്ടനും അവകാശപ്പെട്ടത് തന്നെയാണ്. ഒരിക്കലും അത് എന്നിലൂടെയോ പാറുവിലൂടെയോ വന്നു ചേർന്നതല്ല. അത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. മനസ്സിലായല്ലോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മൂങ്ങിക്കൊണ്ട് നിന്നാൽ എൻ്റെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല. ഒന്നിന് രണ്ടായി മറുപടി പറയുന്ന മണിയാണ് എനിക്കിഷ്ടം. ആ മണിയാണ് ഞാൻ സ്നേഹിച്ചതും. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അറിയാതെ തന്നെ തലയാട്ടി. കല്യാണമായിപ്പോയി, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ചൊറിച്ചിൽ ഞാനായിട്ടിനെ അവസാനിപ്പിച്ചു കൊടുത്തണം. ഇലയിലെ ചോറ് നുള്ളിപ്പെറുക്കിക്കൊണ്ട് അവൻ പറയുന്നത് കേട്ട് അവൾ ചെറുചിരിയോടെ അവൻ്റെ കൈ അകത്തി ആ കൈക്കുഴിയിലേക്ക് ചേർന്നിരുന്ന് നെഞ്ചിൽ മുഖമുരസി ആ ഗന്ധം ആസ്വദിച്ചു. നന്ദേട്ടാ, വേണ്ട കേട്ടോ, അവരെ നമ്മളെക്കാൾ മൂത്തവരാ. അതും കൂടാതെ എന്തെങ്കിലും കാണേണ്ടവരും അല്ലേ. നമുക്കാരുടെയും വെറുപ്പൊന്നും വേണ്ട. പറയുന്നവരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ നന്ദേട്ടാ, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ. പിന്നെ അവർ പറയുന്നതിലും കാര്യമില്ലേ. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വന്നാൽ അത് പാടില്ലല്ലോ, അതുകൊണ്ടല്ലേ. അവളുടെ സംസാരം കേട്ട് നന്ദൻ മെല്ലെ തല താഴ്ത്തി അവളെ ഒന്ന് നോക്കി. ശേഷം അവളുടെ നെറ്റിയിൽ തന്നെ ഒരു മേട്ടം കൊടുത്തു. അല്ലേ തന്നെ കാണുന്നതും മിണ്ടുന്നതും ഇങ്ങനെയുള്ള അപൂർവ നിമിഷങ്ങളിലാണ്. അല്ലെങ്കിൽ ഏത് നേരവും പാറുവിൻ്റെ കൂടെയല്ലേ. ഇനി അതുകൂടി നിർത്ത്, അപ്പോൾ സമാധാനമാകുമല്ലോ. അവൻ്റെ വാക്കുകളിൽ ഒരു പരിഭവം നിറഞ്ഞിരുന്നു. അത് കേട്ട് മണിക്ക് ചിരിയാണ് വന്നത്. അവൾ ആ ചിരിയോടെ തന്നെ അവൻ്റെ ഷർട്ടിൽ മൂക്കുരസി. ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടാണോടോ എന്നെ 5-6 വർഷം കൊല്ലാക്കൊല ചെയ്തത്. എന്തൊക്കെയായിരുന്നു. കാണുന്നിടത്ത് നിന്ന് തല്ലി ഓടിക്കുക, വെറുതെ ഓരോന്ന് പറഞ്ഞ് മെക്കെട്ട് കയറുക, മിണ്ടാതെ നടക്കുക. അതിന് നീയും കുറവൊന്നും അല്ലായിരുന്നല്ലോ.
എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ലേ? അവൻ്റെ സ്വരത്തിലൊരു സങ്കടം നിറഞ്ഞിരുന്നു. അവൻ സ്നേഹിച്ചു തുടങ്ങിയ അവസരത്തിൽ, അവൾ +2 ചെയ്യുന്ന അവസരത്തിൽ, സ്കൂളിൽ നിന്നും വരുന്ന സമയം അവൾ കാണുന്നത് മുകിലും നന്ദനും സംസാരിച്ച് നിൽക്കുന്നതാണ്. സ്വാഭാവികം, കുട്ടിക്ക് തോന്നി പഴയ ലവ് പുതിയ മോഡലിൽ പൂത്തതാണെന്ന്. അത് മതിയില്ലേ കുട്ടിയുടെ മനസ്സ് നൂറാൻ? മനസ്സ് കൈവിട്ട് നടക്കുമ്പോൾ ചിന്ന ഒരു ആക്സിഡൻറ്റും. അതറിഞ്ഞ് മനസ്സ് നൊന്ത് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന നന്ദന് കിട്ടിയത് കവള പൊട്ടുന്നൊരടിയായിരുന്നു. കൂടെ തന്നെ എനിക്ക് വെറുപ്പാണ് എന്നൊരലർച്ചയും. ചെയ്തത് തെറ്റാണെങ്കിലും അത് അപ്പോഴത്തെ സാഹചര്യമായിരുന്നു. മനസ്സിൽ തോന്നുന്നത് ആരോടും പറയാൻ കഴിയാത്ത അവസ്ഥ, മനസ്സിലൊന്നും പുറമേ മറ്റൊന്നും എന്നൊരവസ്ഥ. അതോടെ നന്ദനും ദേഷ്യം തോന്നിപ്പോയി. പക്ഷേ ആ ദേഷ്യത്തിൽ പോലും ഒരിഷ്ടം വളർന്നു കഴിഞ്ഞിരുന്നു. അത് അന്നൊരബദ്ധം പറ്റിയതാ നന്ദേട്ട. മുകില് ചേച്ചിയും നന്ദേട്ടനെയും വേണ്ട, എന്തോ ഒരു വേദന തോന്നി, അത് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഒരിക്കലും ആ പഴയ കാലം നമുക്കിടയിൽ വേണ്ട മണി. അത് പറ്റില്ല നന്ദേട്ടാ, കാരണം അതായിരുന്നു എൻ്റെ പ്രണയം, എൻ്റെ മാത്രം പ്രണയം. നന്ദേട്ടൻ തിരികെ സ്നേഹിക്കുമോ എന്ന് പോലും അറിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നന്ദേട്ടാ. എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ പ്രണയം മറക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല നന്ദേട്ടാ. ഇന്നും ഞാൻ സ്നേഹിക്കുന്നുണ്ട് ആ കാലഘട്ടത്തെ. അവൾ പറഞ്ഞു നിർത്തിയതും നന്ദൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. പെണ്ണെന്നും ഒരു അത്ഭുതമായി തോന്നി. താൻ അവഗണിച്ചു കളഞ്ഞ ആ പ്രണയത്തോട് ഒരുപാട് ആരാധന തോന്നി. ആ പെണ്ണിൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പ്രണയത്തോട് സ്നേഹം തോന്നി. പക്വത ലവലേശം പോലും ഇല്ല എന്ന് കരുതിയ ആ പെണ്ണിനോട് പ്രണയം തോന്നി.